വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിൻ്റെ 20-ാം അധ്യായം നമുക്ക് ഒന്ന് വായിക്കാം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 1 to 15 ആണ്. പക്ഷേ we will read up to 6. ആർക്കെങ്കിലും വായിക്കാം? And I saw an angel come down from heaven, having the key of the bottomless pit, and a great chain in his hand. And he laid hold on the dragon, that old serpent, which is the devil and Satan, and bound him with 1,000 years, and cast him into the bottomless pit, and shut him up, and set a seal upon him, that he should deceive the nations no more, till the 1,000 years should be fulfilled, and after that he must be loosed a little season. And I saw thrones, and sat upon them, and judgment was given unto them. And I saw the souls of them that were beheaded for the witness of Jesus and for the word of God, and which had not worshipped the beast, neither his image, neither had received his mark upon their forehead or in their hands. And they lived and reigned with Christ 1,000 years. But the rest of the dead lived not again until the 1,000 years were finished. This is the first resurrection. Blessed and holy is he that had part in the first resurrection. On such the second death hath no power, but they will be praised of God and of Christ, and shall reign with him 1,000 years. കർത്താവേ, കരുണയുള്ള പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായ സ്തോത്രം. ഗ്രഹിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണം. കേൾക്കുവാനും കേൾപ്പിക്കുവാനും അടിയങ്ങൾക്ക് മനസ്സ് തരണം. ഇന്നത്തെ ദിവസം അവിടെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിന് വളരെ അർത്ഥവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം തിരുമേനിക്ക് സാധിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ. അതിൻ്റെ ഹെഡിങ് ഡിവൈൻ ജഡ്ജ്മെന്റ് ആൻഡ് മില്ലേനിയം. ഈ 20-ാം അധ്യായത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെളിപ്പാട് ദിവസം 20-ാം അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന അനേക കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ അല്ലെങ്കിൽ വേർപെട്ട വിശ്വാസികൾ, വലിയൊരു കൂട്ടം ബാപ്റ്റിസ്റ്റ് വിശ്വാസികൾ, വലിയ കൂട്ടം പെന്റക്കോസ്റ്റൽ വിശ്വാസികൾ, അങ്ങനെ വിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ ഈ ഭാഗങ്ങളെയൊക്കെ ഏറെക്കുറെ നേരായ മാർഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ദുരുപദേശങ്ങളും കടന്നിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഈ മില്ലേനിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിന് ഇങ്ങനെ ഉള്ള ചില ആലോചനയാണ്. ഒന്ന് അമിന്നേലിയൽ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മില്ലേനിയം, അല്ലെങ്കിൽ ഇന്ന് ആണ് 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ കർത്താവിൻ്റെ വാഴ്ച എന്നാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പിന്നെ അടുത്തത് പോസ്റ്റ് മില്ലേനിയം, അല്ലെങ്കിൽ മഹോപദ്രവമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് ഭരിക്കുവാൻ പോകുന്ന ഭരണം. ഇനി വേറൊരു വിശ്വാസം പ്രീ മില്ലേനിയം, അതായത് വരുവാൻ പോകുന്ന ആ വലിയ കഷ്ടകാലത്തിന് മുമ്പ് അല്ലെങ്കിൽ ട്രിബുലേഷന് മുമ്പ് നടക്കുവാൻ പോകുന്ന അനുഭവം. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നിലകൾ ട്രിബുലേഷന് മുമ്പ്, ട്രിബുലേഷന് ശേഷം വ്യത്യസ്ത പഠനം ഇതോടനുബന്ധിച്ച് മനുഷ്യർ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഒന്നും നമുക്ക് അഭികാമ്യമായിരിക്കുന്നില്ല. നാം വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് വേർപെട്ട വിശ്വാസികൾ വിശ്വസിക്കുന്നത് വരുവാൻ പോകുന്നത് കഷ്ടകാലവും അല്ലെങ്കിൽ പീഡനകാലവും അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയുമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ 20-ാം അധ്യായത്തിൽ സാത്താനെ ബന്ധിച്ച് പാതാളത്തിലേക്ക് ഇടുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടാമത്
കർത്താവ് വാഗ്ദത്തം ചെയ്ത 1000 ആണ്ട് വാഴ്ചയും ഇതിൻ്റെ അതിൽ കാണാൻ സാധിക്കും. മൂന്നാമത് സാത്താനെ അഴിച്ചുവിടുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. നാലാമത് അന്ത്യമായ അല്ലെങ്കിൽ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ഇങ്ങനെ വിവിധ നിലകളിലുള്ള വസ്തുതകൾ ഈ 20-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ നന്നായിട്ട് ശ്രദ്ധയോടെ ഇത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തു എന്നവരിൽ മാത്രമേ ഇതിലേറെക്കുറെ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അനേക എക്യുമെനിക്കൽ ചർച്ചസ് അവരിത് വിശ്വസിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകവും ഈവൻ ജനസിസും ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമയാസമയങ്ങളിൽ നാം ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകമെന്ന് പറയുന്നത് 2 പ്രത്യേക കാരണങ്ങൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. The book of Revelation is accomplished of God's plan about the devil who disobeyed God and the man whom he created in his image for a beautiful purpose. We know that. ഇത് രണ്ടും വളരെ പരമാർത്ഥതയുള്ള കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ വീഴ്ചയും അതിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പ്, ഈ 2 കാര്യങ്ങൾ ഈ ദൈവവചനത്തിൻ്റെ പ്രതിപാദന വിഷയമാണ്. ഇനിയും മനുഷ്യന്റെ വീണ്ടെടുപ്പിനായിട്ട് അല്ലെങ്കിൽ വീണുപോയ മനുഷ്യന് എങ്ങനെ ദൈവം വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമുക്ക് ഈ വീഴ്ചയിൽ നിന്നുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച് ഈ ഭൂമിയിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്ത ഈ നന്മ അത് അംഗീകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും, വേണ്ടാത്തവർക്ക് അത് റിജക്റ്റ് ചെയ്യുവാനും സാധിക്കും. ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം. 20, 21, 22 അധ്യായങ്ങൾ ഒരുപക്ഷെ പലർക്കും ബുദ്ധിമുട്ടുള്ള ചില അധ്യായങ്ങളാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട്. കാരണം നമുക്കറിയാം, ഈ പുസ്തകമൊന്നും എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്റർ വൈസ് അല്ല ഇത് എഴുതിയിരുന്നത്. ഒരു പാരഗ്രാഫ് പോലെ എഴുതിയിരുന്നത്. പിൽക്കാലത്ത് ദൈവദാസന്മാർ ഇരുന്ന് ഇത് തരംതിരിച്ചാണ് ഇങ്ങനെ ചാപ്റ്ററുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം. ഇനി വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യവുമല്ല. വിവിധ നിലകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ വായിച്ചെങ്കിൽ മാത്രമേ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗ്രഹിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് ലോകം ഇതിനെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല എന്നുള്ളത് വളരെ നമുക്ക് നന്നായിട്ടറിയാം. കാരണം നമ്മെ ദൈവം എന്ത് പദ്ധതിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത് നാം അറിയണം. അപ്പോൾ പിന്നെ നാം അതിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ സ്വായത്തമാക്കുവാനും പഠിപ്പെടേണ്ട ഒരാവശ്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാനുള്ള ഒരു തൽപരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 20, 21, 22 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് മില്ലേനിയം. ഈ അധ്യായങ്ങളിലൊന്നും ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് യാതൊരു വിശദീകരണവും തന്നിട്ടില്ല. ഒരു വാക്കിൽ നിന്ന് ഇത് മില്ലേനിയമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളൂ. അതുപോലെ തന്നെ പുതിയ യെരുശലേമിനെ കുറിച്ച് 21-ാം അധ്യായത്തിൽ വരുമ്പോൾ പുതിയ ഭൂമിയെക്കുറിച്ചും പുതിയ ആകാശത്തെക്കുറിച്ചും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും, എന്ത് നമ്മൾ മനസ്സിലാക്കും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിയാൻ വയ്യെങ്കിൽ അറിയാൻ വയ്യ. അറിയാൻ വയ്യാത്തത് അറിയാമെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടും യാതൊരു അർത്ഥമില്ല. അപ്പോൾ ഒരു കാരണവശാലും ഒരിക്കലും നെവർ മിസ്അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ട്രൂത്ത്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നൊരു അതങ്ങ് വിട്ടേക്കുക. കാരണം അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. ഇനിയും 20, 21, 22 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും ഇതുവരെ അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത നിലയിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് നമ്മളുടെ അനേക ചോദ്യങ്ങൾ, വളരെ നന്നായിട്ട് ഹൃദയത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ പുസ്തകങ്ങളിൽ ഒരു പക്ഷേ ചിലപ്പോൾ
നിങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം ലഭിച്ചു എന്ന് വരികയില്ല. എനിക്ക് തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെയധികം സംശയങ്ങളുണ്ട്. പല വ്യക്തികളുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പല പുസ്തകങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം തുടങ്ങിയത് മുതൽ ഞാൻ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യാറുണ്ട്. ഈ പുസ്തകങ്ങളിൽ ഒന്നും ഈ 22, 23 അധ്യായം, 21, 22 അധ്യായങ്ങളിൽ വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ ഇന്ന കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് കടന്നു വരാം. എന്നാൽ എന്തായാലും ദൈവിക പദ്ധതി നമ്മോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ, പിശാചിനോടുള്ള ബന്ധത്തിൽ എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഭാഗം നമ്മൾ ചിന്തിച്ചാൽ ഇതിനെക്കുറിച്ച് വേറൊരു രീതിയിൽ ദൈവം പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് മനുഷ്യന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യമാണെന്ന് നമുക്ക് 1 കൊരിന്ത്യർ chapter 2 verse 9 കാണാം. ഇനി അടുത്തൊരു വാക്യമാണെന്ന് വരിയിൽ ഐശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. For since from the beginning of the world men have not heard, not perceived by the ear, nor has the eye seen any God beside you. I mean, only God himself knows everything. നമ്മെ സംബന്ധിച്ച് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് നമ്മൾ അറിയേണ്ടതെന്നുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിങ്ങനെ ആയിരിക്കും, അല്ലെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു ഭാവം കൊടുത്ത്, അല്ലെങ്കിൽ ഒരു വിശേഷണം കൊടുത്ത് നാം അതിനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈവന് പൗലോസ് അപ്പോസ്തലൻ സ്വർഗത്തിൽ പോയി, അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് തന്നോട് താൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ, അതായത് താൻ അവിടെ ചെന്നപ്പോൾ, 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടപ്പോൾ അവിടെ പോയി കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒന്നും താൻ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാം അത് അറിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. രണ്ടായാലും ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നുകിൽ ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം വഴിയായി നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ we will be in the wisdom of God, fully. അതായത് from that moment onwards or throughout the eternity we will know the wisdom of God, അതാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് മാത്രം, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലൻ തന്റെ 2-ാം പുസ്തകത്തിൽ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ തിരുവെഴുത്തുകളെ സ്വന്തം നാശത്തിനായിട്ട് കോട്ടിക്കളയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മനസ്സിലാക്കാൻ കഴിവുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നമുക്ക് ഗ്രഹിക്കാൻ പാടുള്ള അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് സ്കാറ്റേർഡ് വേർഡ്സ് ആണ്. എല്ലാ ഇടങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. ഇനി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ചിന്തിക്കാം. ബട്ട് മില്ലേനിയം ഇൻ മെനി ഡിഫറെന്റ് പ്ലേസസ്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. 20-ാം അധ്യായത്തിന്റെ തുടക്കം, ഇതിന്റെ ആമുഖം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടുത്ത കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്ന്, മില്ലേനിയത്തെ കുറിച്ച് നാം വായിക്കുന്നത് വിവിധ ഇടങ്ങളിലാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ 1-2 ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ എന്താണ് പറയുന്നതെന്ന്. The book of Isaiah chapter 5 verse 1 to 5. ഞാൻ എന്റെ പ്രിയതമനെ കുറിച്ച് പ്രിയ പാട്ട് പാടും. എന്റെ പ്രിയതമനെ ഏറ്റവും ബലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിന് കല്ല് പെറുക്കി കളഞ്ഞു. അത് നല്ല മുന്തിരി വഴി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. ആകിയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ,
മധ്യേ വിധിപ്പേൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതില്ല. ആകയാൽ വരുവേ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി ധരിച്ചു പോകും. ദൈവം ഒരു ന്യായവിധി ഇസ്രായേലിനെ നടത്തുകയാണ്, അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും നടത്തുവാനായിട്ട് പോകുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്തുദ്ദേശമായിരുന്നു ദൈവത്തിൻ്റെത് ഒരു ഇസ്രായേൽ ജാതിയെ വേർതിരിച്ച് വിളിച്ചപ്പോൾ? അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശമാണ് ഇവിടെ നടക്കാതെ പോയത്. അതുകൊണ്ട് അവരെ ദൈവം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിച്ചു കളയുണ്ടായി. എന്നാൽ നമുക്കറിയാം, അവരെ വീണ്ടും ദൈവം വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അതിൻ്റെ യെശയ്യാവ് തന്നെ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാൽ അതിന് അവരോട് ദൈവം കാണിക്കുന്ന കരുതലിനെ കുറിച്ച്, അവർക്ക് സംഭവിച്ച വീഴ്ചയിൽ നിന്ന് എങ്ങനെ അവർക്ക് വിടുതൽ ദൈവം കൊടുക്കുന്നു എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം അതിൻ്റെ ഇടയിൽ ഞാൻ പറയാം. ഈ പല കാര്യങ്ങൾ നാം വായിക്കുന്നത്, ഈ മില്ലേനിയം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ട്രിബുലേഷൻ, മഹാപീഠം എന്നൊക്കെ പറയുന്നത്, ഇത് ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിട്ടുള്ള ഒന്നല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? യഹൂദ ജാതിക്ക് വേണ്ടിയിട്ടാണല്ലേ? അതാണല്ലോ, അവരോടാണല്ലോ ദൈവം സംസാരിക്കുന്നത്. അവരെ കുറിച്ചാണ് പ്രതിപാദന വിഷയം. എന്നാൽ അവരിൽ കൂടെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വേറൊരു പ്ലാനാണ് ദൈവത്തിൻ്റെത്, ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്. അപ്പൊ അവിടെ നാം വായിക്കുന്നത്, എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാരെ നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തന്റെ വായെന്ന വടി കൊണ്ടവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാടുകൊട്ടിനോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കുകയും സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുകയും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ ബോധങ്ങൾ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. ഇപ്പോ ഈ അനുഭവം എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കുവാൻ, അല്ലെങ്കിൽ മില്ലേനിയത്തിൽ, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അനുഭവം അനുഭവിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ജനമായിട്ടാണ് ഇസ്രായേൽ ഇന്നിരിക്കുന്നത്. അല്ലെങ്കിൽ വരുവാൻ പോകുന്ന നാളുകളിൽ കർത്താവ് സ്ഥാപിക്കുവാൻ, അതായത് ഇശായിയുടെ വേരിൽ നിന്ന്, കുറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ മുളയാകുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തു അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗം, അല്ലെങ്കിൽ അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ രാജ്യം, അതാണ് നാം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ നമ്മുടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ രാജ്യം സ്ഥാപിക്കുന്നത്? കാരണം ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസാണ്, വാഗ്ദത്തമാണ്. അപ്പൊ അത് എന്ന് നിറവേറുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇത് കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. നടക്കുവാൻ പോകുന്ന മഹാപീഠനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം സംഭവിക്കുവാൻ പോകുന്ന വിവിധ സംഗതികൾക്ക് ശേഷം അവർക്ക് വേണ്ടിയിട്ട് ദൈവം രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമ്പോൾ, നോക്കുക, ഇവിടെ നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഈ കാര്യം വായിച്ചത്. ഈ യെശയ്യാ പ്രവാചകന്റെ തന്റെ പുസ്തകത്തിന്റെ 65-ാമത്തെ അധ്യായം മുതൽ അതിന്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെയും നമുക്ക് ചില കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. 19 മുതൽ 25, ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളി ഇനി അതിൽ കേൾക്കുകയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുഷ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്ന് വരും. അപ്പോ ഈ 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുവാൻ പോകുന്ന വേറൊരു വ്യത്യസ്ത ഭാവം എന്ന് പറയുന്നത്, മനുഷ്യർക്ക് ദീർഘമായിട്ടുള്ള ആയുസ് ദൈവം കൊടുക്കും. അതായത് അന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക്, അന്ന് ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയുമ്പോൾ
യഹൂദജാതി മാത്രമല്ല, മറിച്ച് ലോകത്തിൽ അന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സർവ്വലോകത്തിലും മനുഷ്യർ ജീവിച്ചിരിക്കും. അപ്പോൾ അവിടെ ദൈവത്തെ ഭയക്കുന്ന, ദൈവത്തെ അറിയുന്ന യഹൂദജാതിയും അതുപോലെ തന്നെ ദൈവത്തെ വ്യത്യസ്തമായ രീതിയിൽ അറിയുന്ന വേറൊരു കൂട്ടം ലോക ജനതയും അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും. അവരുടെ ആയുസിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. ബാലന് 100 വയസ്സ്. അപ്പൊ ചിന്തിച്ചു നോക്കുക, എത്ര ദീർഘമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ 1000 ആണ്ട് വായിച്ചത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി ആരായിരുന്നു? മെതുശാലഹ്. എത്ര വയസ്സുണ്ടായിരുന്നു? 969. നോക്കുക, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തുടങ്ങിയോ ഇതിന്റെ അവസാനത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വീണ്ടും അവരെ കൂട്ടിക്കൊണ്ടുവരിക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആ ഏദൻ തോട്ടം ഭൂമിയിൽ വീണ്ടും ദൈവം സ്ഥാപിക്കുക, അല്ലെങ്കിൽ മനുഷ്യന്റെ സമൃദ്ധിയും സമ്പന്നതയും ഭൂതലത്തിൽ മനുഷ്യന് ദൈവം വീണ്ടും വാഗ്ദത്തം ചെയ്യുക. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഭൂതലം വന്ന് ഭവിക്കുവാനായിട്ട് പോകുന്നുവെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ 25 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ കരച്ചിലോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ഉള്ളതായിട്ട് അവിടെ കാണുകയില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് അവൻ നമ്മളെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ജനത്തെ, ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും അവിടെ മാത്രമാണോ? അല്ല. നമുക്ക് സെഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 14-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന്? സെഖറിയാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള ചില വാക്യങ്ങൾ. 13, 14, അതിന്റെ 16 മുതൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. അപ്പോൾ ആ ഒരു വാക്യം മാത്രം ഞാൻ വായിച്ചത്. വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് പിന്നൊരു സമയത്ത് നമുക്ക് അവിടേക്ക് തിരിഞ്ഞു വരാം. ഇപ്പോൾ ലോകജാതികളിൽ നിന്ന് വലിയൊരു കൂട്ടം ജനങ്ങൾ ഇവിടെ വായിച്ചെന്താ? ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന അനേകരായ കോടികളായ മനുഷ്യർ ഈ 1000 ആണ്ട് ആഴ്ചയിൽ എന്തുമാത്രം ജനസംഖ്യ ഭൂമിയിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഏറെക്കുറെ ഒരു ചെറിയൊരു ചിന്തയിൽ എന്തുമാത്രം ആൾക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട്? ചില മില്യൻസ്, ചില ബില്യൻസ്. There will be billions of people, not 1 or 2. ഇപ്പൊ ഇതൊരു ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ആദ്യകാലത്ത് മനുഷ്യന് സാധിക്കാതെ പോയ വേറൊരു അനുഭവത്തിലേക്ക്. അന്ന് മനുഷ്യന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വേണ്ടവിധത്തിൽ സാധിച്ചില്ല. ഒരു ചെറിയ കൂട്ടം ആൾക്കാർ മാത്രമേ സാധിച്ചുള്ളൂ. അതുകൊണ്ടാണ് ജലപ്രളയം ഭൂതലത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ 1000 ആണ്ട് വാഴ്ചയിൽ ജനിക്കുന്ന ജനങ്ങള് ഇത് മുഴുവൻ പാപികളായിട്ടാണ് ജനിക്കുന്നത് കേട്ടോ. അതാരും മറന്നുപോകുന്നത്. അവർ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ യുഗത്തിൽ അല്ലെങ്കിൽ ഭരണത്തിന്റെ യുഗത്തിലാണെങ്കിൽ പോലും അവർ പാപികളായിട്ടാണ് ജനിക്കുന്നത്. ഞാനൊരു ദുരുപദേശം പറയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോലും. എനിക്ക് ഇത് മനസ്സിലാക്കി തരുവാനായിട്ട് ധാരാളം വേദഭാഗങ്ങൾ ഇവിടെയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇന്ന് അല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ നമ്മൾ വായിക്കുന്നത് വരാൻ സകല ജാതികളിൽ ശേഷിച്ചിരിക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴ ഉണ്ടാവില്ല. അപ്പോ റിബലിയസ് മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യർ ഒരുപക്ഷെ അന്നുമുണ്ട്, ജീവിക്കുന്നുണ്ട്. കാരണം ഇവരാരും വാസ്തവത്തില് യഥാർത്ഥത്തില് ഇന്ന് നമ്മൾ അനുഭവിച്ച മാനസാന്തരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രത്യാശയോട് ജീവിക്കുകയല്ല. 1000 ആണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരത് മാത്രമാണ് കാത്തിരുന്നത്. എന്താണ് അവർക്ക് പ്രോമിസ് ചെയ്തത്? കനാൻ ദേശം. എന്താണത്? ലോകവാസം. അവർക്ക് അതിൽ പരമായിട്ട് സ്വർഗത്തിൽ പോകുന്നവർ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള ഒരു അനുഭവം അവരൊരു കാലത്ത് വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ധാരാളം ജ്ഞാനവും പരിജ്ഞാനവും ദൈവവചനത്തിൽ കൂടെ നമുക്ക് ലഭിച്ചു. അന്നവർക്ക് എന്തെങ്കിലും അറിയണമെന്നില്ല, അവരെവിടെ ഓടിപ്പോകും? പുരോഹിതന്മാരുടെ അടുക്കൽ ഓടിപ്പോകും അല്ലേ? അതാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ
ആ രീതിയിൽ അവർക്കൊരു മീഡിയേറ്റർ എപ്പോഴും ഉണ്ടായിരുന്നു. മാനുഷികമായ നിലയിൽ ധാരാളം മധ്യവർത്തികൾ അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ഇവരെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പുരോഹിതനും പ്രവാചകനും ഉപദേശകനും ഒക്കെയായ നമ്മുടെ കർത്താവാണ് നമ്മുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വസ്തുക്കളാണ് നാം ഈ വായിക്കുന്നതൊക്കെ. അപ്പോൾ ആ കാലയളവിലും അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലും ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ താല്പര്യമില്ലാത്ത വലിയൊരു കൂട്ടം ജനങ്ങൾ അപ്പോൾ അന്നും ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം പ്രോമിസ് ചെയ്ത രാജ്യം യഹൂദന് ദൈവം സ്ഥാപിച്ചു കൊടുക്കും. അതാണ് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ദൈവം വീണ്ടും പണിയും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവന് വേണ്ടുന്നതായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും സകല നന്മകളും ഒരുക്കിയിട്ട് ദൈവം അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാരാണ് ഈ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഇസ്രയേൽ കൂടാതെയുള്ള ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ വസിക്കുന്ന മനുഷ്യരെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? എനിക്കൊരറിവില്ല. പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ 1983 തൊട്ട് മധ്യപ്രദേശിൽ ശുശ്രൂഷ ചെയ്തു. അപ്പൊ അവിടെ വെച്ച് അനേക ഗ്രാമങ്ങൾ, ആയിരം ഗ്രാമങ്ങൾ ദ ഹോൾ മധ്യപ്രദേശിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ബസ്തർ ജില്ലയിൽ ഒരു വളരെ എനിക്കൊന്നൊരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ബസ്തർ ജില്ലയിലെ ഒരു ഇന്റീരിയർ ഗ്രാമത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പെട്ടുപോയി. വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്താണ് അവിടെ എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ വെറും കിരാതന്മാരെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, hardly they have anything to wear, but they are living, but there is a worship place for them. എന്താണ് വർഷിപ്പ് പ്ലേസിന്റെ പ്രത്യേകത എന്നറിയാമോ? അതാണ് രസകരമായിട്ടുള്ള വസ്തുത. മധ്യപ്രദേശിലെ ബസ്തറിലെ ഇന്റീരിയർ കൊടുങ്കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അവർക്കൊരു ആരാധന സ്ഥലമുണ്ട്. ഒരു ചെറിയ ഒരു കുടില്, എല്ലാം എന്തൊക്കെയോ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന, മണ്ണ് വന്നു കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലം. അതിൻ്റെ അകത്ത് അവിടെ അവർക്കൊരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിക്കുള്ളിൽ അവർ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതായത് അവരുടെ അതിൻ്റെ അകത്തൊരു കുടമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു വടി അവിടെയുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ യഹൂദന്മാരുടെ ദേവാലയത്തിലുണ്ടായിരുന്നത്? സ്ലാബ്സ്, കാഴ്ചയപ്പത്തിന്റെ ഇത്, വടി, അല്ലേ? ഇതെല്ലാം കൊണ്ട് ആ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അവിടെയാണ് ഇവരുടെ ആരാധന. ഹൗ കാൻ ഇറ്റ് ഹാപ്പൻ? നിങ്ങൾ ആർക്കെങ്കിലും YMF-ന്റെ അന്നത്തെ കാലത്ത്, ഞാൻ YMF-ന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിരുന്നു ഏത് കാലത്ത്, ഇന്നും അതുപോലെ പ്രാർത്ഥനയിൽ കൂടെയും. അപ്പൊ അവര് ഇങ്ങനെ ആരാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്നു നോക്കിയപ്പോൾ അറിയാവുന്ന ഭാഷയിൽ അവിടുത്തെ ഉള്ള സഹോദരന്മാര് ഏറെക്കുറെയൊക്കെ പൊട്ടും ഒക്കെ പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു, നീ എവിടുന്ന് വന്ന? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ വേറൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നില്ല, അവര് പറയുന്ന അവരോട് കൂടെ താമസിച്ച് അവിടെ ജീവിച്ച് അവർക്ക് വേണ്ടി ഞാൻ സേവ ചെയ്യുകയാണെന്ന് പറഞ്ഞു. എങ്കിൽ മാത്രം ആ പെണ്ണിനെ എനിക്ക് എത്തിച്ചേർത്തോളം പറഞ്ഞു. ധരിച്ചതിന് അത്ഭുതമാണ്. ഇതാരാണ് പീപ്പിൾ ഞാൻ പറഞ്ഞത്? ബസ്തറിൽ ജീവിക്കുന്ന വലിയൊരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു മനുഷ്യനുമായിട്ട്. ആദ്യം അവര് ചില മാർക്കറ്റുകളിൽ അവരെന്തെങ്കിലും പിന്നെ കാറ്റിലെ വസ്തുക്കളൊക്കെ ആയിട്ട് ഈ ചന്തയിൽ വന്നിട്ട് ആ സാധനങ്ങൾ കൊടുത്തിട്ട് അവിടുന്ന് ഉപ്പ് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു ട്രേഡിങ്. അല്ലാതെ അവർക്ക് പണവും പൈസയൊന്നുമില്ല അവരുടെ കയ്യിൽ. അപ്പൊ ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഇതാരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ലോകം ഭൂമിയിലുള്ള കർത്താവ് അന്ന് ജീവിച്ചിരുന്ന ഈ ജനത്തെ മുഴുവനായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പിരിച്ചുവിടുകയുണ്ടായി. ഇവരെവിടെയൊക്കെ പോയി? അതിന് വേറെ കാര്യങ്ങൾ പറയാം. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ കാലത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു പീസായിട്ട് കിടന്ന രാജ്യമാണെന്ന് വിശ്വസിക്കാനുള്ള തെളിവ് എനിക്ക് വേറെ ദിവസത്തിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ.
വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 24-25 അധ്യായങ്ങൾ വായിച്ചാൽ അവിടെ ഞാനിങ്ങനെയാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ നിമ്രോദ് ദൈവത്തോട് മത്സരിച്ച് സ്വർഗത്തോളം എത്തുന്ന കൂടാരം പണിതപ്പോൾ അതിന്റെ ഭാഷ കലക്കി കളയുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നപ്പോൾ ഭാഷ കലക്കി കളഞ്ഞിട്ട് ഇവിടെ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആൻഡ് ഏബർ were born 2 sons. ഏബറിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഒരുത്തന്റെ പേര് പേലൻ. In his days the earth divided എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷാന്തരം. അതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അന്ന് ജനത്തെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിച്ചപ്പോൾ അവിടെ നിന്ന് പോയിട്ടുള്ള വ്യത്യാസപ്പെട്ട് പോയിട്ടുള്ള മനുഷ്യന് തന്നെയാണ് ഇന്ന് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ജീവിക്കുന്നത്. അല്ലെങ്കിൽ ആദാമി സന്തതിയിൽപ്പെട്ട നോഹയുടെ സന്തതികളാകുന്ന ഷേമിന്റെയും ഹാമിന്റെയും യാഫത്തിന്റെയും വംശ പരമ്പരയിൽ നിന്ന് ഭൂതലത്തിന്റെ നാനാഭാഗങ്ങളിലും ചിതറപ്പെട്ടു പോയവർ. നോഹ ജലപ്രളയം കഴിഞ്ഞു വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണ്? ആരാധിച്ചു, ദൈവത്തെ ആരാധിച്ചില്ലേ? യാഗപീഠം ഉണ്ടാക്കിയിട്ട് യാഗപീഠത്തിൽ വെച്ച് അർപ്പിച്ചു. അനേക വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദജാതി ആരാധന നടത്തല്ലേ. അന്നും ദൈവഭയം ഉണ്ടായിരുന്ന ജനത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കൂട്ടത്തെ ദൈവം തെരഞ്ഞെടുത്ത് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആരാധനാ രീതികളെ കർമ്മങ്ങളും ക്രിയകളും ദൈവം കൊടുത്തിട്ട് അവരോട് അതനുഷ്ഠിക്കുവാനായിട്ട് അരുളിച്ചു. അവരിൽ നിന്ന് വലിയൊരു കൂട്ടം ജനങ്ങൾ ഭൂതലത്തിൽ ചിതറപ്പെടുകയുണ്ടായില്ലേ. ഏതാണ്ട് 1300 BC-യോടനുബന്ധിച്ച് ഇസ്രായേൽ ചിതറിക്കപ്പെടുകയുണ്ടായില്ലേ അല്ലേ? 10 ഗോത്രങ്ങൾ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിവുണ്ടോ? ഈ 10 ഗോത്രങ്ങൾ ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് എത്ര മില്യൺസ് ആയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഇപ്പൊ ബെഞ്ചമിനും യൂദയും ബെഞ്ചമിനും മാത്രമേ ഇന്ന് ഇസ്രായേലിൽ വസിക്കുന്നുള്ളൂ. എന്നാൽ ഈ അമേരിക്കയിൽ തന്നെ എത്ര മില്യൺ ജൂസ് ഉണ്ടെന്നറിയാമോ? അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഇറാനിൽ ജീവിക്കുന്നുണ്ട്, ഇറാഖിൽ ജീവിക്കുന്നുണ്ട്, മറ്റനേക സ്ഥലങ്ങളിൽ ഇന്നും ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ ധാരാളം യഹൂദന്മാർ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിതറിക്കപ്പെട്ട ജനങ്ങളൊക്കെ millions and millions and millions of people, they are living in and around the world. ആ മനുഷ്യരൊക്കെ ഒരു കാലയളവിൽ അല്ലെങ്കിൽ അവരുടെ സന്തതി പരമ്പരകൾ ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നൊരു കാലം, അവരുടെ സന്തതി പരമ്പരകൾ ഈ വാഴ്ചകളിൽ ഈ ആയിരങ്ങളുടെ സമയത്ത് മരിച്ചുപോയ മില്യൺസ് ഓഫ് ജനങ്ങളുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അതിലും കൂടുതലുണ്ട്. ഇനിയും ജനിക്കാനിരിക്കുന്നവർ കർത്താവിന്റെ വരവ് വരെ എത്രമാത്രം ജനങ്ങൾ ജീവിക്കും. ഇനി വേറൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ നമ്പൂതിരിമാരെന്നും പറഞ്ഞില്ലായിരുന്നു, ഇപ്പോഴും ഉണ്ടല്ലേ. അവരുടെ ജീവിത രീതി എന്താണ്? അവർ വളരെ നന്നായിട്ട് ദൈവഭയത്തിലും ഭക്തിയിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഈ രീതിയിൽ ജീവിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഇവരെ കുറിച്ചൊക്കെ നമുക്ക് എന്താണ് ഒരു പക്ഷെ പറയുന്നത്? അവർ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവിന് അവരെ കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയായിട്ട് പറഞ്ഞ ഈ മുസ്ലിം ജനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇവരെല്ലാവരും നിത്യനരകത്തിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവരൊക്കെ ദൈവത്തെ അറിയുവാനായിട്ട് കാരണമാകും. ഇന്നും കോടാനുകോടി ജനങ്ങൾ ദൈവത്തെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിന് അനുവദിച്ച് ലോകത്തോട് പറയുവാന് അവർക്ക് മടിയാണ്. അതാണ് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയൊരു കൂട്ടം ജനങ്ങള് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം, 11-ാം അധ്യായം യശയ്യാപ്രവാചകന്റെ അത് പറഞ്ഞല്ലോ, 65-ന്റെ അത് പറഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വീണ്ടും വെളിപ്പാട് ദിവസം 20 അതിന്റെ 1-ാമത്തെ വാക്യം എന്താണ് വായിച്ചത്? സ്വർഗത്തിൽ നിന്ന് അനന്തരം ഒരു ദൂതൻ സ്വർഗത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഈ വേദപുസ്തകത്തിൽ കാണുന്ന
വേറൊരു വലിയ വസ്തുത. ഇവനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് ഈ പറഞ്ഞ പോലെ വിവിധ ഇടങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് യൂത്ത്സിന്റെ പരിപാടി കഴിഞ്ഞോ? അപ്പോ anyway, let's come back. അപ്പോ ഈ രണ്ടാമത്തെ വാക്യം, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ. You know who he is? Who is he? ലൂസിഫർ അല്ലെ? അതായത് സാത്താൻ ദൈവത്തോട് മത്സരിച്ച ആർക്കേഞ്ചൽ. അപ്പൊ അവന്റെ മുകളിൽ വരുവാൻ പോകുന്ന ജഡ്ജ്മെന്റ്, അതാണ് ഫൈനൽ ന്യായവിധി എന്ന് പറയുന്നത്. ഫൈനൽ ന്യായവിധി എന്ന് പറയുമ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളും മനുഷ്യൻ ചതിച്ച മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പോ പിശാചിന് അവന്റെ കൂട്ടാളികളായിരുന്ന, അവന്റെ തൃത്വത്തിലുണ്ടായിരുന്ന ഈ 2 വ്യക്തികളെ, കള്ളപ്രവാചകനെയും അതിന്റെ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് നേരത്തെ തന്നെ തീപ്പൊയ്കയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അടുത്ത് ശേഷിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അവനാണ് സാത്താൻ, ഒറിജിനൽ. അവനെയും പിടിച്ചു കെട്ടി പാതാളത്തിലേക്ക്. പാതാളം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തില് ഏതാണ്ട് 9 പ്രാവശ്യം ഈ അബീസ് എന്നുള്ള വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തില് 7 വെളിപ്പാട് പുസ്തകത്തിൽ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. 2 ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും 1 റോമാലേഖനത്തിലുമാണ്. അപ്പൊ ഇവിടെ കാണുന്ന ഈ എബീസ് എന്ന് പറയുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഇവൻ ഇതിന്റെ അന്ധകാരത്തിലാണ് കഴിയുന്നത്. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ വായിക്കാൻ പോകുന്നില്ല. ഇപ്പോ കർത്താവ് ഗെനേസർ ദേശത്ത് വെച്ച് ഒരു ഭൂതം ബാധിച്ച ഒരു വ്യക്തിയുമായിട്ട് സന്ധിച്ചപ്പോൾ അവനൊരു ചോദ്യം ചോദിച്ചു. അവനൊരു റിക്വസ്റ്റ് ദൈവത്തോട് കർത്താവിനോട് പറഞ്ഞു. എന്താണ്? ഞങ്ങളൊരു കൂട്ടമാണ്, ഏതാണ്ട് ലീജൻസ് ഓഫ് പീപ്പിൾ. ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് വിചാരിക്കും 6000 ദുഷ്ടാത്മാക്കള് ആ മനുഷ്യന്റെ മേളിൽ ഉണ്ടായിരുന്നു മിനിമം. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഞങ്ങളെ എങ്ങോട്ടായിരിക്കുന്ന പറഞ്ഞത്? പാതാളത്തിലേക്ക്. അബീസ്. ഡോണ്ട് സെൻഡ് us to that place. അത്രമാത്രം ഒരു ഹൊറിബിൾ പ്ലേസ് ആണ് ഈ അബീസ് എന്ന് പറയുന്നത്. അവിടേക്ക് ഞങ്ങളെ അയക്കരുതേ എന്ന് കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അവരെ പന്നികളിൽ കിടക്കുവാനായിട്ട് അനുവാദം കൊടുത്തത്. അപ്പോ ദൈവവചനത്തില് വായിക്കുന്ന, അല്ലെങ്കിൽ ഈ അബീസ് എന്ന് പറയുന്ന ഈ വസ്തുത, ഈ സ്ഥലം, ഇതൊരു ഭയാനകമായ സ്ഥലമാണ്. അവിടെ അന്ധകാരമാണ്. അവനെക്കുറിച്ച് റോമാലേഖനത്തിൽ വായിക്കുന്നത് അവനെ കൊണ്ടുവരാൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോരുമെന്ന് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഒരു പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ 9 ഈ വാക്കുകളിൽ, ഈ ശബ്ദത്തില് ഈ 7 വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള അന്ധകാരത്തിന്റെ അവസ്ഥയിൽ they are putting him in that place so that he will not make any kind of disturbance on the face of the earth. That is what we read here. അപ്പോ ഈ 3-ാമത്തെ വാക്യത്തിൽ വായിക്കേണ്ട 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവൻ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുകൂട്ടുകയും മീതെ മുദ്രപിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയില് ഭൂമി എങ്ങനെ ഇരിക്കും? ഭൂമിയിൽ സാത്താനില്ലെന്നൊരിക്കൽ എന്തായിരിക്കും അവസ്ഥ? എത്ര മനോഹരമായിരിക്കും അല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരിക്കും എന്ന് വിചാരിക്കുക. യാതൊരു ഡിസ്റ്റർബൻസും എങ്ങുമില്ല, ഒരു സ്ട്രൈക്കില്ല, ഒരു ബുദ്ധിമുട്ടുകളും ആർക്കുമില്ല. എല്ലാ കാര്യങ്ങളും നീതിയും ന്യായവും വളരെ നന്നായിട്ട് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുക. എനിക്കിതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഈ വ്യക്തിയെ ദൈവം എങ്ങനെയാണ് ന്യായം വിധിക്കുന്നുള്ളത് വളരെ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇവന്റെ അനുഭവത്തെ, അല്ലെങ്കിൽ ഇവനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു.
അവനെ പിൻപറ്റുന്നവർ എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്? If you hate the word of God, if you do not obey the word of God, the Lord said, the curse is going to be upon you. You read in the book of Ezekiel chapter 28 verse 1 to 19, you read the blessing what the Lord has provided, promised to the people of Israel, but they never followed that. They never obeyed it. But what did they do? They chose the curse. So they became cursed. Even during the time of 1,000 years, as long as the devil is put in the abyss and he has got no privilege upon any people or anything, he is going to be there. Yes, I cannot say sinless perfection during that time, but there is no outbreak of sin anywhere among the human beings. How that will be, just imagine. ഇവന് വ്യത്യസ്തമായ പേരുകൾ നമുക്കറിയാം. ലൂസിഫറിന് അവന് സാത്താൻ എന്നും പിശാച് എന്നും ഡ്രാഗൻ എന്നും ഡിമൻസ് എന്നും ബീസ്റ്റ് എന്നും വിവിധ പേരുകളിൽ ഇവൻ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇവന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. യൂദാ ലേഖനം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? The book of Jude verse 6. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ there is another group of devils. In another way, ഇവനെ തള്ളിക്കളഞ്ഞൊരു ദിവസമുണ്ടല്ലോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിൽ ഈ son of morning star, when he was cast away from the presence of God, he was not alone. There was a group of devils with him. There are a group of angels with him. So, as a group, the other part of the group were cast into the abyss, and the Satan was separated. Logic ഉണ്ടോ അവിടെ? അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ സാധിക്കുമല്ലോ, ഇല്ലെങ്കിൽ അവൻ ഏതും തോട്ടത്തിൽ വരാൻ സാധിക്കും ഇല്ല. So he was set apart, others were put in the abyss. So when this is happening, because for the judgment which is yet to come, we don't know when, but we know that that is the ultimate judgment for Lucifer. ഇവനെ ദൈവം ന്യായം വിധിക്കുന്ന ദിവസം, ആ നാളിനെ കുറിച്ച് മാത്രം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു കാര്യം എൻ്റെ ചിന്തയിൽ വരുന്നത്, ഇന്ന് ഭൂമിയിൽ ദൈവമഹത്വത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവമഹത്വത്തിനായിട്ട് അധ്വാനിക്കുവാന്, പ്രവർത്തിക്കുവാന്, പ്രയത്നിക്കുവാൻ നമുക്ക് താല്പര്യമില്ല എന്ന് വരികിൽ എവിടെയാണ് നാം ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പോകുന്നത്? സാധിക്കില്ല. അപ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിന് ഉള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ന് നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിനായിട്ട്, അവൻ്റെ രാജ്യത്തിനായിട്ട് അധ്വാനിക്കുക. അതാണ് എൻ്റെ ജോലി. അന്ന് അവൻ്റെ ജോലി എന്തായിരുന്നു? ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് അവനെ അവിടെ ഏൽപ്പിച്ചത്. നിന്നെ ഇതിനായിട്ടാണ് ഇവിടെ ആക്കി വെച്ചത്. പക്ഷേ അവൻ്റെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞുവെന്ന് വായിക്കുന്നുണ്ട്. അവിടേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ലാത്തത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വരുന്ന ആഴ്ച ദൈവം അനുഭവിച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവം സഹായിക്കും.